സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ ഇപ്പോൾ ദേവസ്വം ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പങ്കജ് ഭണ്ഡാരിയാണ് വിജിലൻസിന് മുമ്പാകെ ഹാജരായത്. തലസ്ഥാനത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എത്തിയാണ് വിജിലൻസ് മുമ്പാകെ ഹാജരായത്. പ്രജിത് മോഹൻ ചേരുകയാണ് വിശദാംശങ്ങൾ നൽകാനായി. പ്രജിത്ത്, ഈ ഒരു നീക്കത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? സ്മാർട്ട് ക്രിയേഷൻസ് ആദ്യം തന്നെ ഇത്തരമൊരു വിവാദമുണ്ടാകുമ്പോൾ ആദ്യം തന്നെ അവരുടെ ഒരു അഭിഭാഷകന്റെ ഇതിൽ വാർത്താ സമ്മേളനം വിളിക്കുകയും തങ്ങളുടെ ഭാഗത്ത് എത്തിച്ച് നൽകിയത് ചെമ്പ് പാളികളാണെന്നും അതും പുതിയ ചെമ്പ് പാളികളാണെന്നും സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഉടമ തന്നെ നേരിട്ട് മൊഴി നൽകാനായി വിജിലൻസിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും അവർ നേരത്തെ ആവർത്തിച്ച അതേ വാദങ്ങൾ, പ്രത്യേകിച്ച് സ്മാർട്ട് ക്രിയേഷൻ്റെ ഓഫീസിൽ അവരുടെ ഫാക്ടറിയിൽ എത്തിച്ചത് വെറും ചെമ്പ് പാളികളാണെന്നും അത് പുതിയ ചെമ്പ് പാളികളാണെന്നുമുള്ള പുതിയ നിലപാടിൽ ഉറച്ചവർ നിൽക്കും. അതോടൊപ്പം തന്നെ ഈ ഭാരത്തിലുണ്ടായ വ്യത്യാസം അത് ഈ ചെമ്പ് പാളികൾ ക്ലീൻ ചെയ്തതുമായി വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അസിഡിക് വാഷ് പോലെയുള്ള നടപടികൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്, അതോടെ മെഴുക്ക് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അവർ നേരത്തെ പറഞ്ഞത്. അതൊരു അഭിഭാഷകനെ അടക്കം മുൻനിർത്തിയാണ് അവർ അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചത് എന്നുള്ളത് കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമാനമായ വാദങ്ങൾ ദേവസ്വം വിജിലൻസിന്റെ മുൻപിൽ അവതരിപ്പിക്കുകയായിരിക്കും ഇവർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതിന് ശേഷം അവിടെ എത്തി ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ വന്നാണ് ഇത്തരത്തിൽ ഈ പരിശോധനകൾ നടത്തുകയും അത് ചെമ്പ് പാളികൾ ആദ്യം എത്തിക്കുന്ന സമയത്തും പിന്നീട് സ്വർണം പൂശിയതിനു ശേഷവുമുള്ള ഭാരമൊക്കെ കൃത്യമായി ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വെച്ചാണ് അളന്നതും ആ ഭാരം കൃത്യമായി ഞങ്ങൾ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്, അതിനുശേഷമുള്ള കാര്യങ്ങളിൽ തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല തുടങ്ങിയിട്ടുള്ള അവരുടെ പഴയ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഈ വിജിലൻസിന് മുന്നിലും ആവർത്തിക്കാനാണ് സാധ്യത. അവിടെയും ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അവരുടെ ഫാക്ടറിയിൽ വെച്ച് നടത്തിയ പരിശോധനകളിലൊക്കെ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്കുമുണ്ടായിരുന്നു. അവരുടെ ആളുകളും അവിടെ ദേവസ്വത്തിൻ്റെ ആളുകളും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന് ഇതിന് എളുപ്പം തലയൂരി പോകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വിജിലൻസിന് മുന്നിലും ആവർത്തിക്കുകയായിരിക്കും ചെയ്യുന്നത്. അതിനുശേഷം ഈ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹം കുറേ നേരമായി ചോദ്യം ചെയ്യലകത്ത് പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതുണ്ട്. അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രജിത്ത്, ഇതിനകത്ത് നേരത്തെ തന്നെ വിജിലൻസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളൊക്കെ പ്രധാനമായും ഹൈന്ദവ സംഘടനകളടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം ഇത് ആരംഭിക്കാൻ പോകുന്നുണ്ട്, ഒപ്പം കണക്കെടുപ്പ് നടക്കുന്നുണ്ട്. അതിനിടയിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസ് MD വിളിച്ചു വരുത്തിയൊരു ചോദ്യം ചെയ്യലിൽ ഏതെങ്കിലും തരത്തിലൊരു അസ്വാഭാവികത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ നിലവിൽ? ഈ ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തോട് തന്നെ നമുക്ക് സംശയം തോന്നുന്ന പല കാര്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് 99 പതിപ്പിച്ച സ്വർണത്തിൻ്റെ അളവും, പക്ഷേ അന്ന് പതിപ്പിച്ചതായി അന്ന് ഇതിന് നേതൃത്വം നൽകിയ അല്ലെങ്കിൽ അതിൽ പരിശോധന നടത്തിയ മാൽഗമേഷൻ വിദഗ്ധരടക്കമുള്ളവർ പറയുന്നത് അന്ന് ജ്വല്ലറി ഉടമകളടക്കം പറഞ്ഞിരുന്നത് ഏതാണ്ട് 4.5 കിലോ സ്വർണം 2 ദ്വാരപാലക ശില്പങ്ങളുമായി പതിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തൽ വന്നപ്പോഴേക്കും, പരിശോധന വന്നപ്പോഴേക്കും അത് 1.5 കിലോയിൽ മാത്രമായി കുറയുകയും പിന്നീട് ആ 1.5 കിലോയിലധികം സ്വർണം ഉണ്ടായിരുന്നതാണ് ചെന്നൈയിൽ കൊണ്ടുപോകുന്നത്. തിരിച്ചെത്തിച്ചപ്പോൾ വെറും 394 ഗ്രാം സ്വർണം പൂശിയ പാളികൾ മാത്രമാണ് എത്തിയത് എന്നുള്ള കണ്ടെത്തലുകൾ അടക്കമുള്ളത്. എങ്കിലും സ്വർണ്ണക്കവർച്ച ഉണ്ടായി എന്ന് സമ്മതിക്കുമ്പോഴും ഇത്രയധികം സ്വർണത്തിൻ്റെ അളവ് ഈ പറയപ്പെടുന്ന അന്ന് 99 ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സ്വർണത്തിൻ്റെ അളവ് ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തലിലില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചയായി ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ദേവസ്വം വിജിലൻസിന് ഇതിൽ അന്വേഷണം നടത്താനുള്ള പല പരിമിതികളുമുണ്ട്. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് മാത്രമാണ് പരിശോധന നടത്താൻ കഴിയുക എന്നിരിക്കെ ഈ പറയുന്ന രീതിയിൽ ഹൈക്കോടതി ഒരു പുതിയ അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുമുണ്ട്. പിന്നെ എന്ത് മൊഴിയെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളൊരു ആശയക്കുഴപ്പമുണ്ട്. പക്ഷേ ആശയക്കുഴപ്പത്തിൽ കൂടുതൽ വ്യക്തത ദേവസ്വം വിജിലൻസ് ആണ്. കാരണം കോടതി പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു, അവർ ഫയലുകളടക്കം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് എന്തുകൊണ്ട് ദേവസ്വം വിജിലൻസിൻ്റെ ഒരു മൊഴിയെടുപ്പ് ഇത്തരത്തിൽ നടക്കുന്നു എന്നുള്ളതിന് മറുപടി നൽകേണ്ടത് വിജിലൻസ് ഉദ്യോഗസ്ഥരാണ്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി ഒരു പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ച സാഹചര്യത്തിൽ ദേവസ്വം വിജിലൻസിൻ്റെ ഈ പരിശോധന ഏതെങ്കിലും അല്ലെങ്കിൽ ഈ മൊഴിയെടുപ്പ് ഏതെങ്കിലും രീതിയിൽ നിയമവിരുദ്ധമാകുമോ എന്നുള്ളതിലും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. യെസ്, പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ കൃത്യമായി തന്നെ നൽകിയത്.